എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇഡലി പാത്രത്തിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ റാഗി ഇഡലിയാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രുചിയുള്ള റാഗി ഇഡലി നമുക്ക് വീട്ടിൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് ഇതുപോലെ 250 ml കപ്പിൽ 2 കപ്പളവിൽ റാഗി റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു മുഴുവനായിട്ടുള്ള റാഗിയല്ല, ഇതുപോലെ റാഗി റവയാണ് 2 കപ്പ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു റാഗി റവ നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. അതിന് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തേക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ ഇഡ്ഡലി റവയാണ്. സാധാ നോർമൽ ആ ഒരു റവയല്ല, ഇതുപോലെ ഇഡ്ഡലി റവയായിട്ട് നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ആ 1 കപ്പളവിൽ ഇഡ്ഡലി റവയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പളവിൽ റാഗി റവയ്ക്ക് 1 കപ്പളവിൽ ഇഡ്ഡലി റവയാണ് കേട്ടോ വേണ്ടത്. ഇതിന് നല്ല പോലെ തന്നെ ഒരു 8 തവണ നന്നായിട്ട് കഴുകണം കേട്ടോ. റാഗി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി ആ ഒരു വെള്ളം അത്യാവശ്യം നന്നായിട്ട് തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തൊരു 5 മണിക്കൂറാണ് കേട്ടോ നമുക്കിത് കുതിരാനിടേണ്ടത്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് റാഗി അളന്നിട്ടെടുത്ത ആ ഒരു സെയിം കപ്പിൽ 1 കപ്പളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്കൊരു 5 മണിക്കൂറൊന്ന് കുതിരാനിടാം. കുതിർത്തിയെടുത്ത ഉഴുന്ന് വീണ്ടും നന്നായിട്ട് കഴുകി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ എനിക്ക് എത്രത്തോളം ഉഴുന്നരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആവശ്യമായിട്ട് വന്നെന്ന്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ തരികളില്ലാതെ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമ്മൾ ഉഴുന്ന് അരച്ചിട്ടെടുക്കേണ്ടത്. ഇതുപോലെ നല്ല സോഫ്റ്റാക്കി ഉഴുന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു 8 മണിക്കൂറോളം കുതിർത്തിയെടുത്ത ഒരു റാഗി റവയും ഇഡ്ഡലി റവയാണ് കേട്ടോ ഇത് നന്നായിട്ട് ഞാൻ ഒരു വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊരു വെള്ളം പിഴിഞ്ഞ് ഉഴുന്ന് അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഉഴുന്നരയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നമ്മൾ ഉഴുന്നെടുത്ത ഒരു കപ്പിൽ തന്നെ 1 കപ്പും പിന്നെ ഒരു 1/4 കപ്പ് എടുത്തതിൽ ആ ഒരു 1/4 കപ്പ് മുഴുവനും ആവശ്യമായിട്ട് വന്നില്ല, അതിൻ്റെ ഒരു പകുതി മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പും ഒരു 1/4 കപ്പിൻ്റെ പകുതിയും കൂടാണ് എനിക്ക് ഉഴുന്നരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആവശ്യമായിട്ട് വന്നത്. പിന്നെ നമ്മൾ ഈ ഒരു റാഗിയും ഇഡ്ഡലി റവയും ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട. കറക്റ്റ് ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ ഒരു ഇഡ്ഡലി ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മാവ് റെഡിയാക്കി എടുത്താൽ ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു മാവ് നല്ല പോലെ തന്നെ ഒന്ന് പുളിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റാഗി ഇഡ്ഡലിയിലൂടെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ 2 വെറൈറ്റി ചട്നി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതൊരു 4 വറ്റൽമുളകാണ്. അതേ അളവിൽ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് ഇതുപോലെ ഈ ഒരു പിരിയൻ മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പിരിയൻ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മുളക് നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഒരു വറ്റൽമുളക് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു പിരിയൻ മുളക് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് അതും കൂടി നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റിയേക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയ ഉള്ളിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 100 ഗ്രാം അളവിൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 20-25ഓളം ചെറിയ ഉള്ളിയുണ്ട്. ആ ഒരു ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി അതിൻ്റെ ഒരു കളറൊക്കെ മാറി നന്നായിട്ട് ഇതൊന്ന് വഴണ്ടി വരണം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ചെറിയ ഉള്ളി ചേർത്ത് ഈ ഒരു കളറൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലൊരു 4 വെളുത്തുള്ളിയാണ്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. വെളുത്തുള്ളി ഒരു ഫ്രൈ പരിവായിട്ട് വരണം. അപ്പോൾ ഒരു വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ പൊട്ടുകടലയാണ്. പൊട്ടുകടല ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുത്താൽ മതി. 3 ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ചൂടിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറയുന്നതിന് വരെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ ഒരു ചൂട് നല്ല പോലെ തന്നെ പോയതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കുക. എല്ലാം തന്നെ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ആദ്യം ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു കട്ടി നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം ഒരു കട്ടിക്കാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനൊരു ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ എന്തായാലും ഉപ്പ് കുറവായിരിക്കും, നമ്മൾ വെള്ളമൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ ഒരു ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് കടുകും ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇഡലിയുടെ കൂടെ തേങ്ങ ഒട്ടും അരയ്ക്കാതെ വെള്ള ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പാനിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ഇതുപോലെ നിലക്കടല ചേർത്ത് കൊടുക്കാം. നിലക്കടല ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കടല നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ തന്നെ കടലയൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഈ ഒരു പാനി അങ്ങ് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ 5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ ഇത്. ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് മല്ലിയില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചിട്ടെടുക്കുക. ഈ ഒരു പാനിലേക്ക് വീണ്ടും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കടുകും ഇതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പില ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ ഒട്ടും അരക്കാത്ത ഒരു വെള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റ് വെച്ചപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു ഇഡ്ഡലി ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു ബാറ്റർ റെഡിയായി വന്നാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇതുപോലെ ഇഡ്ഡലിത്തട്ട് എടുത്തിട്ട് അതിലൊട്ടും തന്നെ വെള്ളമയം കാണരുത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ നന്നായിട്ട് ഇതുപോലെ ആവി കയറി വരുന്ന സമയത്ത് ഇതുപോലെ ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുക്കുക. നന്നായിട്ട് ആവി കയറി വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഈ ഒരു ഇഡ്ഡലി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ തട്ടിലും തന്നെ ഇതുപോലെ ഇഡ്ഡലി ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ആവിലൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇത് തണുത്തതിന് ശേഷം ഈ ഒരു ഇഡലി തട്ടിന്ന് ഇത് കണ്ടില്ല ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് അടർത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു പാത്രത്തിലൊന്നും ഒട്ടും തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡലി നമുക്ക് ആ ഒരു റാഗി അരയ്ക്കാതെ ഇതുപോലെ നമ്മൾ റാഗി റവ ചേർത്തിട്ട് റെഡിയാക്കുകയാണെങ്കിൽ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.